ഈ കഴിഞ്ഞ ഇടക്ക് അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തകളാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോ പ്രമുഖമായ ഒരു ഹോസ്പിറ്റലിൽ ഇഡിയുടെ റെയ്ഡ് നടക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? എന്തൊക്കെയാണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ സർ? ഹോസ്പിറ്റലില് ഇഡിയുടെ റെയ്ഡ് നടക്കുന്നില്ല. പക്ഷേ ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ MD ആയിട്ടുള്ള SK അബ്ദുള്ള അദ്ദേഹത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചേക്കാണ്. അപ്പൊ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ച് ആ ചോദ്യം ചെയ്യല് എത്രത്തോളം നീളും എന്താകും എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് ഇവിടുത്തെ ഹോസ്പിറ്റൽ മുതലാളിമാരെല്ലാവരും തന്നെ. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു. പറഞ്ഞതുകൊണ്ട് ഞാനിപ്പോൾ അത് ആവർത്തിക്കുന്നില്ല. ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ കിങ് പിൻ എന്ന് പറയുന്നത് കാസർഗോഡുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തെ ഉത്തരേന്ത്യയിലെ ഒരു സ്ഥലത്ത് നിന്ന് ഏറ്റവും ഒടുവിൽ പിടിക്കപ്പെട്ടു. അതിന് മുമ്പ് ഈ കിഴക്കമ്പലത്തുള്ള ഒരു ചെറിയ വളരെ ചെറിയൊരു ഫോട്ടോസ്റ്റാറ്റ് ഷോപ്പിൽ നിന്നുണ്ടായിട്ടുള്ള 2 പേരെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ഈ കേസ് ഡെവലപ്പ് ചെയ്തത്. കാരണം അവിടെ നിന്ന് ഒരുപാട് വ്യാജ സീലുകളും അതുപോലെ തന്നെ ഡോക്യുമെന്റുകളും ഒക്കെ പിടിച്ചെടുത്തു. അപ്പൊ അതിന് ഇപ്പൊ നേരത്തെ ഈ പറയുന്ന ആള് തന്നെ, ഈ കാസർഗോഡുള്ള ആള് തന്നെ വലിയ കോടീശ്വരനായിട്ടുള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തെ ഏറ്റവും ഒടുവിൽ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തതിന് ശേഷം നടത്തിയിട്ടുള്ള മൊഴിയെടുപ്പിൽ നിന്നാണ് ഈ പറയുന്ന നമ്മുടെ രാജഗിരി അടക്കം അല്ലെങ്കിൽ മറ്റു ചില ഹോസ്പിറ്റലുകളിലൊക്കെ ലേക്ക് ഷോർ അടക്കമുള്ള ഹോസ്പിറ്റലുകളിലേക്ക് റെയ്ഡ് നീണ്ടത്. അപ്പൊ ആ റെയ്ഡ് നീണ്ടതിന്റെ ഭാഗമായി ഇപ്പൊ അവര് സംശയിക്കുന്ന ഒരു കാര്യം ആയി നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പൊ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒഫീഷ്യൽ പത്രക്കുറിപ്പൊന്നും വന്നിട്ടില്ല. പക്ഷെ അറിയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഹോസ്പിറ്റലുകൾക്ക് ഇതിനകത്ത് വലിയ പങ്ക് ഉണ്ട്. അതുകൂടാതെ ഈ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലുകൾ വ്യാജരേഖകൾ ചമച്ചിട്ടുണ്ടോ എന്ന് പറയുന്ന സംശയവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉണ്ട്. അപ്പൊ അതിലേക്ക് ഏറ്റവും അവസാനത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൽ അവർ കണ്ടെത്താൻ പോകുന്നത് മണി ട്രെയിലായിരിക്കും. കാരണം ഇതൊരു കാരണവശാലും തന്നെ അക്കൗണ്ട് വഴി കൈമാറ്റം ചെയ്യപ്പെട്ട കാര്യമായിരിക്കില്ല. ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ നേരത്തെയും ഇപ്പൊ ഫോർട്ട് കൊച്ചിയിലെ അടക്കം അല്ലെങ്കിൽ മറ്റു ചില സ്ഥലങ്ങളിലടക്കമുള്ള ഇതിവിടെയൊക്കെ തന്നെ ഈ ആദിവാസി ചില ഷെഡ്യൂൾ ട്രൈബ് ഗോത്ര വർഗ്ഗങ്ങളിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളിലൊക്കെ തന്നെ കയ്യിൽ നിന്ന് തന്നെ ഈ കിഡ്നി അടക്കമുള്ള സാധനങ്ങൾ പോയിട്ടുണ്ട് എന്ന് പറയുന്നത് വ്യാപകമായിട്ടുള്ള പരാതിയുണ്ട്. പക്ഷെ ഇത് പുറത്തേക്ക് വരാത്തതിന്റെ കാരണം ഇത് ആരും പുറത്ത് പറയില്ല. കാരണം ഇത് കൊടുക്കുന്നവർക്കും അറിയാം, മേടിക്കുന്നവർക്കും അറിയാം, ഹോസ്പിറ്റലുകാർക്കും അറിയാം, എല്ലാവർക്കും അറിയാം ഇത് വലിയ കുഴപ്പമുള്ള കാര്യം ആണെന്ന്. സാർ, ഇതിന് കുറച്ച് നാളുകൾക്ക് മുമ്പും ഇത്തരത്തിലുള്ളൊരു അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നിരുന്നു. അന്നത് ഇവിടെ നരബലി നടന്നിരുന്ന ഒരു സമയം, അതിന്റെ വാർത്തകൾ വന്ന സമയമായിരുന്നു. പക്ഷെ അതും ഈ പറയുന്ന പോലെ വരും പോകും, ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു അന്വേഷണം ഒന്നും വന്നിരുന്നില്ല, വാർത്തകളാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ ഇഡി ഇതിൽ ഇടപെട്ട സമയത്ത് സാറ് പറയുന്നത് ഇത് പണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലായിരിക്കും നടപടി ഉണ്ടാവാന്ന്. പക്ഷെ ഈ അവയവ കച്ചവടം എന്താ പറയാ നിയമ വിരുദ്ധമായിട്ട് ചെയ്യുന്നതിനെതിരെ എന്തെങ്കിലും നടപടികൾ ഉണ്ടാകും? അല്ല, ഇതിൽ അങ്ങനെ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. നമ്മുടെ ഒരു രാജ്യമല്ലേ, അങ്ങനെ നടപടികളൊന്നും ഉണ്ടാകും എന്നുള്ളത് നമ്മൾ അങ്ങോട്ട് മോഹിച്ചു കളയരുത്. കാരണം ഇപ്പൊ ലേക്ക് ഷോർ എന്നൊക്കെ പറയുന്നത് തന്നെ നമുക്കെല്ലാം അറിയാം. ഇപ്പൊ യൂസഫ് അലിയൊക്കെ ആയിട്ട് ബന്ധമുള്ള അദ്ദേഹത്തിന്റെ മരുമകന്റെ ഒക്കെ സ്ഥാപനമാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഈ ഹോസ്പിറ്റലുകളൊക്കെ നടത്തുന്നവരൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വലിയ പ്രബലരായിട്ടുള്ള ആളുകളാണ്. അപ്പൊ അത്തരത്തിൽ സമൂഹത്തിൽ ഉന്നതമായിട്ടുള്ള സ്ഥാനമുള്ള തീർച്ചയായിട്ടും വലിയ പണമുള്ള ആളുകളാണ്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഗണപതി എന്ന് പറയുന്ന ഒരു ഡോക്ടർ തന്നെ വലിയ ആരോപണങ്ങളൊക്കെ ഉയർത്തിയിരുന്നു. അപ്പൊ ഇതിൽ വളരെ ഗൗരവതരത്തിലുള്ള ഒരു അന്വേഷണം നടക്കുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇത് ഗവൺമെന്റ് അടക്കം അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ വിചാരിക്കുന്നത് ഈ അവയവ കച്ചവടം എന്നുള്ളത് അവർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല പറയാൻ. പകരം അവയവ ദാനം ആണെന്നാണ്. അതായത് കാശ് മേടിച്ച് ദാനം ചെയ്യുന്നു എന്നാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഗവൺമെന്റ് തന്നെ ഇടക്ക് സഹോദരരോ ബന്ധുക്കളോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളുടെ നിന്ന് മാത്രമേ അവയവം ദാനം ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്ന നിയമം ഉണ്ടായിരുന്നു. പിന്നീട് അത് മാറ്റിക്കൊണ്ട് പണം മേടിക്കാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആർക്കെങ്കിലും അവയവം ദാനം ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഇതിന്റെ അടുത്തൊരു അടിസ്ഥാനപരമായ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് വരാൻ പോകുന്നത് ഇനി മുതൽ ഇത് കൂടുന്ന ഒരു പ്രവണതയായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ലോകത്തിൽ തന്നെ വലിയൊരു മെഡിക്കൽ ടൂറിസത്തിന്റെ ഒരു ഹബ്ബായി മാറാൻ പോകുന്ന ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. ഇപ്പൊ ആസ്റ്റർ മെഡിസിറ്റി അല്ലെങ്കിൽ അവിടെയൊക്കെ റെയ്ഡ് ഉണ്ടായിരുന്നു. ആസ്റ്റർ മെഡിസിറ്റി, അതുപോലെ തന്നെ ഈ പറയുന്ന മെഡിക്കൽ ട്രസ്റ്റ്, അല്ലെങ്കിൽ ഇപ്പൊ ലേക്ക് ഷോർ, രാജഗിരി, ഇതുപോലെയുള്ള നിരവധി വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 7 സ്റ്റാർ ഹോസ്പിറ്റലുകൾ എന്ന് പറയുന്ന ഹോസ്പിറ്റലുകളാണ്. ഈ ഹോസ്പിറ്റലുകൾ ആരെ ലക്ഷ്യമിട്ടാണ്, ആരാണ് അവരുടെ കസ്റ്റമേഴ്സ്, നിങ്ങൾക്ക് ഒരു ധാരണയുണ്ട്? കേരളത്തിലുള്ള ആളുകൾ മാത്രമല്ല,
പുറത്തുനിന്നുള്ള പാക്കേജ് കേരളത്തിലുള്ള ആളുകൾ വന്ന് ചികിത്സിക്കാന്നൊക്കെ പറഞ്ഞപ്പോ ഒരു 10% പേർക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ വന്ന് ചികിത്സിച്ച് ഇത്രയൊക്കെ കിട്ടാനുള്ളൂ. മനസ്സിലായോ? അപ്പൊ അവരിൽ പിന്നെ കിട്ടാനുള്ളത് ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് വരാം. വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ വലിയൊരു കാര്യമുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നിങ്ങളൊരു $5000 ഒരു $1000 എന്ന് പറയുമ്പോഴത്തേക്കും എത്ര വരും? 95,000 വരും. എവിടെ? കേരളത്തിലേക്ക് അത് എത്തുമ്പോൾ. അപ്പൊ $5000 അല്ലെങ്കിൽ $5200 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം എത്ര രൂപയായി? 5 ലക്ഷം രൂപയായി. ഈ $5000 അമേരിക്കയിൽ നിങ്ങൾക്കൊരു ചികിത്സ കിട്ടില്ല. അമേരിക്കയിൽ ഇപ്പൊ പ്രശ്നമില്ല, കാരണം എല്ലാവർക്കും ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇൻഷുറൻസ് ഇല്ലാത്ത മറ്റു പല രാജ്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ തന്നെ ഇപ്പൊ യൂറോപ്യൻ കൺട്രീസ്, മറ്റ് ഗൾഫ് കൺട്രീസ് അല്ലെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങൾ, അവിടെയൊക്കെ തന്നെ അവിടെ കിട്ടുന്നതിനേക്കാൾ വലിയ നല്ല ട്രീറ്റ്മെന്റ് ഇവിടെ കിട്ടും. പ്ലസ് അവർക്കൊരു വേണമെങ്കിൽ 2 ദിവസം അതിന്റെ കൂടെ വന്നവർക്ക് ടൂറൊക്കെ അടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ കേരളത്തിൽ ഉണ്ട്. അപ്പൊ അത്തരത്തിൽ അങ്ങനെ നല്ല ചികിത്സ കിട്ടും, ഉറപ്പായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കിട്ടും, നല്ല നേഴ്സിംഗ് കെയർ കിട്ടും, നല്ല ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ കിട്ടും. പ്ലസ് നമുക്കൊരു രാജ്യത്ത് വിസിറ്റ് ചെയ്തു എന്ന് പറയാവുന്ന ഒരു എക്സ്പീരിയൻസ് കൂടി കിട്ടും. എങ്ങനെ? അവിടെ നിങ്ങൾ ചെലവഴിക്കുന്ന അതേ പണമോ അല്ലെങ്കിൽ അതിന്റെ പകുതി പണമോ കൊണ്ടിട്ട് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? മികച്ച രീതിയിൽ മനസ്സിലായോ? ഇപ്പൊ $25,000 എന്ന് പറയുമ്പോൾ 25,000 അല്ലെങ്കിൽ $26,000 എന്ന് പറയുമ്പോൾ എത്രയായി? ഒരു ഏതാണ്ട് 25 ലക്ഷം രൂപയായി. അപ്പൊ $1000 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം 95,000 രൂപയായി. അപ്പൊ സ്വാഭാവികമായിട്ടും 25 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വലിയ നല്ല ട്രീറ്റ്മെന്റ് കിട്ടും. അവിടെ ചിലപ്പോൾ $50,000 കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? കിട്ടുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ട് ഇത് ഇങ്ങോട്ട് വരും. പ്ലസ് മറ്റേ അവയവങ്ങളും കുറെ കൂടി ചീപ്പായി കിട്ടും. അപ്പൊ ഇതൊരു വലിയ നെറ്റ്വർക്കും അതിന്റെ ഭാഗവുമാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന കാസർഗോഡത്തെ ആളൊക്കെ ഇത് വെച്ചുകൊണ്ട് നടക്കുന്നത്. ഇത് കേരളത്തിലേക്കും വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. ഇപ്പൊ എനിക്ക് വൈറ്റിലയിൽ അറിയാവുന്ന ഒരു പൂക്കച്ചവടവും അതുപോലെ ഫോട്ടോഗ്രാഫറും ക്യാമറമാനും ഒക്കെ ആയിരുന്ന ഒരാളുടെ ഫാദർ മരിച്ചുപോയി. ആ ഫാദർ 2-3 ഹോസ്പിറ്റലുകളിൽ ചികിത്സിച്ചിട്ടുണ്ട്. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്, രാജീവ് എന്നാണ് പുള്ളിയുടെ പേര്, രാജീവ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഒരു 3-ാമത്തെ 4-ാമത്തെ ഹോസ്പിറ്റലിൽ കുറെ വർഷങ്ങൾക്ക് ശേഷം ചികിത്സിക്കാൻ പോയപ്പോൾ പുള്ളിക്കൊരു കിട്ടിയില്ല. പലർക്കും അനുഭവമുള്ള അപ്പൊ നമുക്കറിയില്ല ഇത് ശരിയാണോ ഇല്ല എന്നുള്ളത്. നമ്മളൊരു ഹിയർസേ പറഞ്ഞാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. പക്ഷെ ഇത് എവിടെയാണ് ചികിത്സിച്ചത്, എവിടെ നിന്നാണ് ഇത് പോയത്, എന്താണ് എന്ന് പറയുന്ന ഒരു കാര്യം അറിയാൻ പാടില്ല. കാരണം ഇതുവഴി മറിയുന്നത് കോടികളുടെ ബിസിനസ്സാണ്. ഇപ്പൊ ഒരാള് എന്ന് പറഞ്ഞാൽ തന്നെ 50 ലക്ഷം അല്ലെങ്കിൽ 1 കോടി 1.5 കോടി വരെയൊക്കെ പോകാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിൽ വലിയ ഡിമാൻഡ് ഉണ്ട്. വലിയ കോടീശ്വരന്മാരായിട്ടുള്ള ആളുകൾക്ക് ഡിമാൻഡ് ഉണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞവണ പറഞ്ഞതുപോലെ കുറച്ചേ ഇവിടെ ചെയ്യുന്നുള്ളൂ. കുറച്ച് വേണമെങ്കിൽ കേരളത്തിന് പുറത്ത് ചെയ്യുന്നവരുണ്ട്. ഇനി കേരളം കുറച്ചുകൂടി സമ്പന്നനാണെങ്കിൽ വിദേശത്ത് പോയിട്ട് എന്ത് ചെയ്യും? ഇവിടെ നിന്നുള്ള ഡോണറെ കൊണ്ട് വിദേശത്ത് പോയി വിദേശത്ത് എന്ത് ചെയ്യുകയും ചെയ്യും? ട്രീറ്റ്മെന്റ് ഇവിടെ വന്ന് ചെയ്യും. അപ്പൊ വിദേശത്താണ് ഒരു ക്രൈമിന്റെ നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പിന്നെ അത് അന്വേഷിക്കപ്പെടാൻ കുറച്ച് പ്രശ്നമാണ്. ഇനി കേരളത്തിന്റെ ഹോസ്പിറ്റലെങ്കും അടിമുടി മാറാൻ പോവാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കേരളത്തില് വലിയ ഹോസ്പിറ്റലുകളുടെ ഇപ്പൊ എത്ര OP വരണമെന്ന് ഞങ്ങൾക്കറിയോ? ഒരു കൊല്ലം കേരളത്തിൽ 11-12 കോടിയോളം വരുന്ന OP എടുക്കുന്നുണ്ട്. അതായത് ആളുകൾ ചികിത്സക്ക് വേണ്ടി 12 കോടി ആളുകൾ കേരളത്തിൽ ഡോക്ടേഴ്സിനെ കാണുന്നുണ്ട്. കേരളത്തിന്റെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ. നമ്മള് ക്ലിനിക്കുകളിലുള്ള കണക്കൊന്നും അവൈലബിൾ അല്ല. അപ്പൊ അങ്ങനെ 12 കോടി എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ 11.85 കോടി ആളുകൾ കാണുന്നുണ്ട്. ഈ 11.85 കോടിയുടെ ഒരു 10% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കോടി 10 ലക്ഷം 18 ലക്ഷം വരില്ലേ? ആ 1 കോടി 18 ലക്ഷം ആളുകൾ എങ്ങോട്ട് മാറിയാൽ മതി? നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ കുറെ കൂടി ഗംഭീരം ആകാൻ. അതുകൊണ്ടാണ് പലപ്പോഴും ഇവിടെ 93% മെഡിക്കൽ നെഗ്ലിജൻസുകൾ കാണിക്കുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലെ വാർത്തകൾ ഒരിക്കലും നമ്മുടെ മാധ്യമങ്ങളിൽ വരില്ല. ശ്രദ്ധിച്ചിട്ടുണ്ട? 100 കേസ് മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിൽ 7 എണ്ണമേ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നടക്കത്തുള്ളൂ. പക്ഷെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ വളരെ മോശമാണെന്ന് പറയുന്ന ഒരു പ്രചരണം കൊടുക്കും. അത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ഇനി കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് പോകരുത്. ഇനിയുള്ള 5 കൊല്ലങ്ങളിൽ ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ മെഡിക്കൽ രംഗത്ത് നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്ന സകല നേട്ടങ്ങളും ഒരുപക്ഷെ തകർന്നു പോകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്ന് ശരിയാണ്, മറ്റേ വീണ ജോർജിനെ കുറ്റം പറഞ്ഞിട്ടുണ്ട്, അതുപോലെ മറ്റേ ഷൈല ടീച്ചറെ കുറ്റം പറയും. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും കഴിഞ്ഞ 10 കൊല്ലങ്ങൾ കൊണ്ട് ഭയങ്കരമായി ഡെവലപ്പ് ചെയ്തിരുന്നു നമ്മുടെ ആരോഗ്യരംഗം. താങ്കളൊക്കെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ, ഇപ്പൊ എൻ്റെ അടുത്ത് ഞാൻ താമസിക്കുന്നതിനടുത്ത് 2 ക്ലിനിക്കുകളുണ്ട്. ഒന്ന് ആയുർവേദത്തിന്റെ ക്ലിനിക്കുകൾ, 5 രൂപ കൊടുത്ത് അവിടെ പോയി നമുക്ക് മരുന്ന്
ലഭിക്കും. അവിടെ വലിയ ക്യൂ ആണ്, വലിയ സാധ്യതയുള്ള ആളുകൾ വന്ന് ക്യൂ ആണ്. തൊട്ടപ്പുറത്ത് ഈ ഇംഗ്ലീഷ് മെഡിസിൻ്റെ ഉണ്ട്. ആ ഇംഗ്ലീഷ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ നേരത്തേക്ക് അത് ഒരു കുടുംബാരോഗ്യ സെന്ററുകളാക്കി തന്നെ മാറ്റി. അതായത് ആദ്യം രാവിലെ മുതൽ ഉച്ചവരെ ചെയ്യുന്ന ഡോക്ടർമാർ അത് ഫുൾ ടൈം ആക്കി. കൂടാതെ അവിടെ ടെസ്റ്റുകൾ നടത്താനുള്ള സൗകര്യം ഒരുക്കി. ഇപ്പൊ അത്യാവശ്യം മരുന്ന് കൊടന്ന് കിട്ടുന്നുണ്ട്. കിട്ടും. നിങ്ങൾ അറിയേണ്ടത് ആയിരക്കണക്കിന് ചെറിയ ക്ലിനിക്കുകൾ കേരളത്തിൽ പൂട്ടിപ്പോയിട്ടുണ്ട് ഇത് കാരണം. അപ്പൊ അങ്ങനെ പൂട്ടി പോകാതിരിക്കാൻ വേണ്ടി കൂടിയാണ് മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത്. ഇപ്പൊ ഈ വാർത്ത നിങ്ങൾ വന്നു, ഇദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുന്നുള്ള വാർത്ത വന്നു, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ, മിക്ക ചാനലുകളും ഇത് കൊടുത്തിട്ടുണ്ടാവൂല. ഇനി വളരെ കുറച്ച് ചാനലുകൾ ഇത് എന്ത് ചെയ്യുള്ളൂ, കൊടുക്കുള്ളൂ. കൊടുക്കുന്ന തന്നെ ഒന്ന് ചെറുതായിട്ട് എന്ത് ചെയ്യും. നാളത്തെ പത്രങ്ങളിലെല്ലാം താങ്കൾ ഈ വാർത്ത നോക്കിക്കോ. വാർത്ത നോക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി ചെയ്യേണ്ടി വരും നമ്മൾ. കാരണം ഒരു ലെൻസ് എടുക്കണം. ഏറ്റവും കുറഞ്ഞ വർഷം ഒരു ലെൻസും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ വാർത്ത എന്ത് ചെയ്യാൻ. അപ്പൊ അതുകൊണ്ട് മറ്റേ പുറത്തു വന്ന എല്ലാവരും ജനങ്ങൾക്ക് വേണ്ടിയൊക്കെ കരയും. പക്ഷെ യാഥാർത്ഥ്യം ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മണി ട്രയൽ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി പ്രശ്നമായിരിക്കും. പക്ഷെ പ്രശ്നത്തിൽ നിന്നൊക്കെ തൽക്കാലം ഇവർ ഊരി പോകാനാണ്